വോൾവറിൻ ഓൾഡ് മാൻ ലോഗൻ എന്ന കോമിക്കിന്റെ രണ്ടാമത്തെ ഇഷ്യൂ ആണ് ഞാൻ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ കോമിക്കിന്റെ ഒന്നാമത്തെ ഇഷ്യൂ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. സോ നമുക്കൊട്ടും സമയം കളയാതെ കഥയിലേക്ക് പോകാം. ലോഗനും ഹോക്കയും നോർത്തേൺ കാലിഫോർണിയയിലൂടെ ന്യൂ ബാബിലോണെ ലക്ഷ്യമാക്കി അവരുടെ സ്പൈഡർ മൊബൈലിൽ കുതിച്ചു പായുകയാണ്. ആരുടെയും കണ്ണിൽ പെടാതെ ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്ത് യാത്ര ചെയ്യാമെന്നാണ് ലോഗൻ വിചാരിച്ചത്. എന്നാൽ തങ്ങൾ വരുന്നുണ്ടെന്ന് എല്ലാവരെയും വിളിച്ചറിയിക്കുന്ന രീതിയിലാണ് ഹോക്കൈ ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെ വളരെ വേഗത്തിൽ യാത്ര തുടരുമ്പോൾ ദൂരെ ലോഗൻ ഒരു കാഴ്ച കാണുകയാണ്. അതായത് അവർ സഞ്ചരിക്കുന്ന റോഡ് തീരാറായെന്നും ആ റോഡിന്റെ അവസാനം ഒരു വലിയ ക്ലിഫ് ആണെന്നും. ഹോക്കൈ കണ്ണുപൊട്ടനൊക്കെ ആണെങ്കിലും അദ്ദേഹം ഒരു അപാര ഡ്രൈവർ ആയിരുന്നു. ഹോക്കൈ രണ്ട് കൽപ്പിച്ച് തന്റെ സ്പൈഡർ മൊബൈല് ആ ക്ലിഫിലൂടെ പറപ്പിക്കുകയും എന്തോ ഭാഗ്യത്തിന് അവർ സേഫ് ആയിട്ട് റോഡിലേക്ക് ലാൻഡ് ചെയ്യുകയുമാണ്. ഹോക്കയുടെ ഭ്രാന്ത് കണ്ടിട്ട് ലോഗൻ ആണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. അങ്ങനെ കുറെ അധികം നേരം യാത്ര ചെയ്ത് ലോഗനും ഹോക്കയും സാൻ ഫ്രാൻസിസ്കോയിലെത്തി. തങ്ങൾ ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്ന കാർഗോയിൽ യഥാർത്ഥത്തിൽ ഡ്രഗ്സ് ആണോ എന്ന് ലോഗൻ ഇപ്പോഴും സംശയമുണ്ട്. സാൻ ഫ്രാൻസിസ്കോയിൽ എത്തിയിട്ട് പോലും അവിടെയെങ്ങും യാതൊരു മനുഷ്യക്കുഞ്ഞിനെയും കാണാനില്ല. സാറ്റലൈറ്റ് നാവിഗേഷൻ അനുസരിച്ച് സാൻ ഫ്രാൻസിസ്കോയിലെ മാർക്കറ്റ് റോഡിന്റെ ഹൃദയഭാഗത്തായിട്ടുള്ള യൂണിയൻ സ്ക്വയറിലാണ് ലോഗനും ഹോക്കയും ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ അവർ പേടിപ്പെടുത്തുന്ന ഒരു കാഴ്ച കണ്ടു. ഭൂമിയിൽ എവിടെയും കാണാത്ത തരം ഒരു കൂട്ടം ജീവികൾ ഭൂമിക്കടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഭൂമിക്കടിയിൽ ജീവിക്കുന്ന മൊളോയിഡ്സ് എന്നറിയപ്പെടുന്ന ജീവികളെയായിരുന്നു അവർ അവിടെ കണ്ടത്. മോൾമാൻ ആണ് മൊളോയിഡ്സിനെ ആദ്യമായിട്ട് കണ്ടെത്തിയത്. പ്രകാശമുള്ളപ്പോൾ അവയ്ക്ക് കണ്ണ് കാണില്ല, എന്നാൽ അവയെ ഈ ലോകത്തിന് അത്യാവശ്യമാണ്. മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ട് മൊളോയിഡ്സ് ഭൂമിക്കടിയിൽ ജീവിക്കുകയാണ്. ഭൂമിയിലെ ജനങ്ങളുടെ എണ്ണം 8 ബില്യണിൽ ഏറെയായാൽ ഭൂമി തന്നെ അവരെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കും. യൂറോപ്പിനെയും ഏഷ്യയും അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കേൾക്കുന്നത്. അമേരിക്കയിൽ ഇവയെ കാണുന്നത് ആദ്യമായിട്ടാണ്. എൻറ്റയർ സിറ്റികളെയും ഭൂമിക്കടിയിലേക്ക് കൊണ്ടുപോകാൻ അവയ്ക്ക് സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. മൊളോയിഡ്സിനെ പറ്റി തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഹോക്കൈ ലോഗനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലോഗൻ ഒരു പച്ച കളർ ലൈറ്റ് കത്തിച്ച് ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ബിൽഡിങ്ങിൽ ഒരുപാട് ആളുകൾ നേരത്തെ ജീവിച്ചിരുന്നിട്ടുണ്ടാകാം. ആരേലും ഒരാളെങ്കിലും സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചാണ് ലോഗൻ ആ ബിൽഡിങ്ങിലേക്ക് പ്രവേശിച്ചത്. അവർ ആ ബിൽഡിംഗ് മൊത്തം പരിശോധിച്ചിട്ടും ഒരൊറ്റ സർവൈവറിനെ പോലും അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അതെ, ആ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്ന എല്ലാവരും മരണപ്പെട്ടിരിക്കുന്നു. ആ ബിൽഡിങ്ങിൽ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ തെരച്ചിൽ അവസാനിപ്പിച്ച് ഹോക്കയും ലോഗനും തിരികെ സ്പൈഡർ മൊബൈലിന്റെ പക്കലേക്ക് പോകുമ്പോൾ അവരെ ആക്രമിക്കാനായിട്ട് ഗോസ്റ്റ് റൈഡേഴ്സ് അവരുടെ ബൈക്കിൽ അവിടേക്ക് എത്തുകയാണ്. അവിടേക്ക് എത്തിയതും അവർ ആദ്യം തന്നെ ഹോക്കയെ ചവിട്ടി നിലത്തേക്കിട്ടു. നിലത്തേക്ക് വീണ ഹോക്കൈ ഗോസ്റ്റ് റൈഡേഴ്സിനെ സ്പൈഡർ മൊബൈലിന്റെ പക്കലേക്ക് അടുപ്പിക്കരുതെന്നും ആ കാർഗോയിൽ തൊടാൻ പോലും അവരെ സമ്മതിക്കരുതെന്നും ലോഗനോട് പറയുമ്പോൾ ഗോസ്റ്റ് റൈഡേഴ്സിന്റെ പക്കൽ നിന്ന് കാർഗോയെ സംരക്ഷിക്കാൻ സ്പൈഡർ മൊബൈലിന്റെ പക്കലേക്ക് ഓടിപ്പോകുന്ന ലോഗനെ ഗോസ്റ്റ് റൈഡേഴ്സിൽ ഒരാൾ അവന്റെ ചെയിൻ വലിച്ചെറിഞ്ഞ് പിടികൂടി നിലത്തേക്ക് വീഴ്ത്തുന്നു. എന്താടാ നിനക്ക് എന്താടാ പറ്റിയത്? ധൈര്യമുണ്ടെങ്കിൽ തിരിച്ചടിക്കടാ എന്നൊക്കെ പറഞ്ഞും തെറി വിളിച്ചും ഗോസ്റ്റ് റൈഡേഴ്സിൽ ഒരാൾ ലോഗനെ അവന്റെ വെപ്പൺ ഉപയോഗിച്ച് ക്രൂരമായിട്ട് വേദനിപ്പിക്കുകയാണ്. എത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും ലോഗൻ തിരിച്ചടിക്കാൻ തയ്യാറായില്ല. താനായിട്ട് ആരെയും വേദനിപ്പിക്കില്ലെന്നും നിങ്ങൾക്ക് എന്നെ ഇനിയും ഉപദ്രവിക്കണമെങ്കിൽ അതാവാമെന്നുമൊക്കെയാണ് ലോഗൻ ഗോസ്റ്റ് റൈഡേഴ്സിനോട് പറയുന്നത്. ലോഗൻ പറഞ്ഞത് കേൾക്കേണ്ട താമസം ഗോസ്റ്റ് റൈഡേഴ്സ് അവരുടെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം ഉപയോഗിച്ച് ലോഗനെ ബ്രൂട്ടലായിട്ട് ആക്രമിക്കുകയാണ്. ലോഗനും ഹോക്കയും ഒരു കാർഗോ ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്ന് ഗോസ്റ്റ് റൈഡേഴ്സ് എങ്ങനെയോ നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. ആ കാർഗോ മൊത്തം ഡ്രഗ്സ് ആണെന്ന് വിചാരിച്ച് സ്പൈഡർ മൊബൈലിന്റെ പക്കലേക്ക് പോകുന്ന ഗോസ്റ്റ് റൈഡേഴ്സിൽ ഒരാളുടെ തലയിൽ നിന്ന് മൂക്കിലൂടെ അതിവേഗത്തിൽ ഒരമ്പ് തുളച്ചു കയറുകയാണ്. ആ അമ്പ് തൊടുത്തുവിട്ടത് മറ്റാരുമല്ല, അത് ക്ലിന്റ് ബാർട്ടൺ അഥവാ ഹോക്കൈ ആയിരുന്നു. നിമിഷ നേരം കൊണ്ട് ഗോസ്റ്റ് റൈഡേഴ്സിനെ ഓരോരുത്തരെയായിട്ട് ഹോക്കൈ അമ്പ് ഇത് വീഴ്ത്തി കൊന്നു കളയുകയാണ്. ഹോക്കൈ ഇപ്പോൾ ചെയ്ത പ്രവൃത്തി കണ്ടിട്ട് ലോഗൻ അതിശയിച്ചു പോകുന്നു. ഹോക്കൈക്ക് ലോഗനോട് ചെറിയ നീരസമുണ്ട്. കാരണം പണ്ടെങ്ങോ ചെയ്ത ഒരു പ്രതിജ്ഞയുടെ പേരിൽ ലോഗൻ ഇപ്പോഴും ആപത്ത് ഘട്ടത്തിൽ തന്റെ ക്ലോസ് പുറത്തെടുക്കാത്തതുകൊണ്ട് പോകുന്ന വഴിയെല്ലാം ഇതുപോലെ ഇനിയും അപകടങ്ങൾ പതിയിരിപ്പുണ്ടാകാം. എന്നാലും 50 വർഷങ്ങൾക്ക് മുന്നേ അന്ന് അവർ നിന്നെ എന്താണ് ശരിക്കും ചെയ്തത് എന്ന് ലോഗനോട് ഹോക്കൈ ചോദിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ഹീറോസ് എല്ലാവരും ഇല്ലാതായ സമയത്ത് വില്ലന്മാർ തന്നോട് എന്തൊക്കെ ക്രൂരതയാണ് കാണിച്ചു കൂട്ടിയതെന്ന് ഓർത്തെടുക്കുന്ന ലോഗൻ ഇത്ര മാത്രമേ ഹോക്കൈയോട് മറുപടിയായിട്ട് പറഞ്ഞുള്ളൂ. അന്ന് അവർ എന്നെ തകർത്തതുകൊണ്ട്, അതായത് അവർ വൂൾവറിനെ തകർത്തതുകൊണ്ടാണ് ലോഗൻ എന്ന ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതെന്ന്.
അങ്ങനെ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് യാത്ര ചെയ്ത് ലോഗനും ഹോക്കയും നെവാഡയിലെ ഹാമർ ഫോൾസിലേക്ക് എത്തുകയാണ്. ഹാമർ ഫോൾസ് കാണുമ്പോഴെല്ലാം താൻ അപമാനിക്കപ്പെട്ടതുപോലെയാണ് ഹോക്കൈക്ക് തോന്നാറ്. അവഞ്ചേഴ്സ് എന്ന ടീമിൽ പ്രത്യേകിച്ച് ശക്തിയൊന്നുമില്ലാത്ത സാധാരണ ഒരു മനുഷ്യനാണല്ലോ ഹോക്കൈ. തോറിനെയും ക്യാപ്റ്റൻ അമേരിക്കയും ടോണി സ്റ്റാർക്കിനെയും ഒക്കെ ശത്രുക്കൾ മണിക്കൂറുകൾ കൊണ്ട് ഇല്ലാതാക്കിയിട്ടും ഹോക്കൈയെ ശത്രുക്കൾ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഹാമർ ഫോൾസിലേക്ക് എത്തുമ്പോൾ ഹോക്കൈക്ക് താൻ അപമാനിക്കപ്പെട്ടു എന്ന തോന്നൽ ഉണ്ടാവുന്നത്. കണ്ണിനെ ബാധിക്കുന്ന ഗ്ലോക്കോമ എന്ന രോഗം ഉണ്ടായിട്ട് പോലും അന്ധനായിട്ട് പോലും ഹോക്കൈ ഉന്നം തെറ്റാതെയാണ് ആരോസ് ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഹോക്കൈയെ ശത്രുക്കൾ തമാശയായിട്ടായിരുന്നു കണ്ടത്. ഹാമർ ഫോൾസ് എന്ന ഈ സ്ഥലത്ത് വെച്ചാണ് മാഗ്നീറ്റോയുടെ സഹായത്തോടെ അബ്സോർബിമാൻ തോറിനെ കൊന്നത്. സൂപ്പർ ഹീറോസിനെ ഓർക്കാനും അവർ തിരിച്ചു വരാനും വേണ്ടി ജനങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇവിടേക്ക് വന്നിട്ടാണ്. മാർക്കറ്റ് റോഡിലൂടെ സ്പൈഡർ മൊബൈലിൽ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹോക്കൈയും ലോഗനും. ഹാമർ ഫോൾസ് എന്ന ഈ സ്ഥലത്തിന്റെ ലാൻഡ് ലോഡ് കിങ് പിൻ ആണെന്നും അമേരിക്കയിലെ നമ്പർ 1 ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് ഹാമർ ഫോൾസ് എന്നുമൊക്കെ ഹോക്കൈ ലോഗനോട് പറയുമ്പോൾ ലോഗൻ അവിടെ ഒരു കാഴ്ച കണ്ട് ഞെട്ടിപ്പോവുകയാണ്. അതെ, 50 വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു പോയ തോറിന്റെ വെപ്പണായ മ്യോൾനിയറിന്റെ മുന്നിൽ ജനങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ലോഗനും ഹോക്കൈയും മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ അൾട്രോണൈറ്റ് അവരെ സമീപിക്കുകയാണ്. ഹോക്കൈയെ കണ്ടതിൽ അൾട്രോണൈറ്റ് വളരെ സന്തോഷവാനാണ്. ആക്ച്വലി ഹോക്കൈയുടെ മൂന്നാമത്തെ എക്സ് വൈഫായ ടോണിയുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡാണ് അൾട്രോണൈറ്റ്. പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാന്റെ മൂന്നാമത്തെ മകളാണ് ടോണിയ. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അതുകൊണ്ട് തന്നെ ടോണിയെ കാണാൻ ടോണിയുടെ ഗ്യാരേജിലേക്ക് അൾട്രോണൈറ്റിനോടൊപ്പം പോവുകയാണ് ലോഗനും ഹോക്കൈയും. ഹോക്കൈയെ കണ്ടതും അദ്ദേഹത്തിന്റെ എക്സ് വൈഫായ ടോണിയ പറയുവാണ്, ആഷ്ലിയും അവളുടെ ഫ്രണ്ട്സും ഒരു സൂപ്പർ ഹീറോ ടീം രൂപീകരിച്ചിരുന്നു. കിങ് പിൻ ഈ നാടിനെ കൺട്രോൾ ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കിങ് പിനെ വകവരുത്താൻ പോയ അവരെ കിങ് പിന്റെ ആളുകൾ പിടികൂടിയിരിക്കുകയാണ്. നാളെ രാവിലെ തന്നെ അവരെ വധിക്കാൻ കിങ് പിൻ പദ്ധതി ഇടുകയാണ് എന്നൊക്കെ. ഇതൊക്കെ എന്തിത്, ഇവരൊക്കെ ആരെ പറ്റിയാണ് സംസാരിക്കുന്നതെന്നൊക്കെയാണ് ലോഗൻ ആലോചിക്കുന്നത്. അവർ സംസാരിച്ചത് ആഷ്ലിയെ പറ്റിയാണ്. ആഷ്ലി ഹോക്കയുടെയും ടോണിയുടെയും മകളാണ്. അവളാണ് സ്പൈഡർ വുമൺ. ആഷ്ലി അഥവാ സ്പൈഡർ വുമൺ പ്രിസണിൽ അകപ്പെട്ട് കിടക്കുന്നത് കാണിക്കുന്നതോടെ വൂൾവറിൻ ഓൾഡ് മാൻ ലോഗൻ എന്ന കോമിക്കിന്റെ 2ാമത്തെ ഇഷ്യൂ ഇവിടെ അവസാനിക്കുന്നു. ഹോക്കൈ തന്റെ മകളായ ആഷ്ലിയെ കിങ് പിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുമോ? ലോഗൻ ഹോക്കൈയെ സഹായിക്കുമോ? എല്ലാം അടുത്ത ഇഷ്യൂവിൽ കണ്ടറിയാം.